നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു അനൗൺസ്മെൻ്റാണ്. നെക്സ്റ്റ് ഗ്രൂപ്പ് ഹീലിങ്ങിൻ്റെ അനൗൺസ്മെൻറ്റ്. നമ്മളെല്ലാ മാസവും സീതാരാമം ചാനലിൻ്റെ കീഴിൽ ഗ്രൂപ്പ് ഹീലിംഗ് മെഡിറ്റേഷൻ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഏതെങ്കിലും മാസങ്ങളിൽ തിരക്ക് കൂടുതലാണെങ്കിൽ മാത്രമേ ഞാനത് സ്കിപ്പ് ചെയ്യാറുള്ളൂ. സോ ഈ മാസം, അതായത് മാർച്ചിലല്ല വരുന്നത്, ഏപ്രിലാണ്. ഏപ്രിൽ 5-ാം തീയതി രാത്രി 10 മണിക്കാണ് ഹീലിംഗ് കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് കർമ്മ ക്ലിയറിംഗ് ആൻഡ് ഫോർഗിവ്നെസ് മെഡിറ്റേഷനാണ്. റേക്കി വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഹീലിംഗ് കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതൊരു ഹീലിംഗ് മെഡിറ്റേഷനാണ്. സാധാരണ എന്നത്തേതും പോലെ തന്നെ ഞാനൊരു വോയിസ് അയച്ചു തരും. ആ വോയിസ് നിങ്ങൾക്ക് കേട്ടുകൊണ്ട് ഈ ഹീലിംഗ് സ്വീകരിക്കാം. ശനിയാഴ്ചയാണ് വരുന്നത്. ഏപ്രിൽ 5-ാം തീയതി രാത്രി 10 മണിക്ക് ആരംഭിക്കും. 21 ദിവസം നീണ്ടു നിൽക്കുന്ന മെഡിറ്റേഷനാണ്, ഹീലിംഗ് മെഡിറ്റേഷനാണ്. രാത്രി 10 മണിക്ക് ശേഷം ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. മെഡിറ്റേഷൻ പോസ്റ്ററിൽ ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ കിടന്നുകൊണ്ടോ നിങ്ങൾക്ക് ഈ ഒരു മെഡിറ്റേഷൻ അറ്റൻഡ് ചെയ്യാം. ഏറ്റവും നല്ലത് മെഡിറ്റേഷൻ പോസ്റ്ററിൽ ഇരുന്നുകൊണ്ട് ചെയ്യുന്നതാണ്. റേക്കി വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ഉറങ്ങിപ്പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കിടന്ന് ചെയ്താലും കുഴപ്പമില്ല എന്ന് ആദ്യമേ പറയുന്നത്. സാധാരണ ഗ്രൂപ്പ് ഹീലിംഗ് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കോമൺ ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിന് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതും കൂടെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുകയാണ്. അതായത് പീരീഡ്സ് ആയാലും ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അതിപ്പം രാത്രി 10 മണിക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒട്ടുമിക്ക ആളുകളും ആ സമയത്ത് തന്നെ ഹീലിംഗ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ അബ്രോഡിലുള്ള കേസുകളൊക്കെ ആണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ടൈമുമായിട്ട് അവരുടെ സമയത്തിന് വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവർക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിന് ഈ ഒരു ഓഡിയോ കേൾക്കാം. ഞാനൊരു ഗ്രൂപ്പ് കണ്ടക്ട് ചെയ്യും. ഇതുമായിട്ട് സംബന്ധിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതുമാണ്. അതുമാത്രമല്ല, ഇത് ചെയ്തു തുടങ്ങുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ, അപ്പം ഫസ്റ്റ് ഡേ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നില്ല. രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി നിങ്ങളുടെ ചുറ്റിലുള്ള സാഹചര്യങ്ങൾ, നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികൾ, ഇവരിലൊക്കെ പല രീതിയിലുള്ള മാറ്റങ്ങളുണ്ടാവും. കാരണം നമ്മൾ ക്ലിയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബാഡ് കർമ്മയാണ്. സോ അതനുസരിച്ചിട്ട് നമ്മുടെ ജീവിത സാഹചര്യത്തിലും നമ്മുടെ ചുറ്റിലുള്ള ആളുകളിലും പല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും നമുക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. ആ സംശയം നിങ്ങൾക്ക് ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇനി എല്ലാവരും ഉണ്ട് എന്ന് വിചാരിച്ച് പേഴ്സണലായിട്ട് ചോദിക്കേണ്ടതാണെങ്കിൽ പേഴ്സണലി എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. എൻ്റെ എല്ലാ സപ്പോർട്ടും നിങ്ങളോടൊപ്പം ഉണ്ട്. ഒരുപാട് പേര് പല രീതിയിലുള്ള മെഡിറ്റേഷൻസ് ചോദിക്കുന്നുണ്ട്. ഞാൻ ഓരോ മാസവും പുതുതായിട്ട് നിങ്ങൾക്ക് ചെയ്തു തരുന്നത് എല്ലാ രീതിയിലും നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താൻ എന്നെക്കൊണ്ട് പറ്റുവാണെങ്കിൽ സാധിക്കട്ടെ എന്ന് വിചാരിച്ചാണ്. ചെറിയ രീതിയിലെങ്കിലും മാറ്റം വരുത്താൻ പറ്റട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഓരോ മാസവും പുതിയ പുതിയ മെഡിറ്റേഷൻസ് ചെയ്യുന്നത്. ഒരുപാട് പേര് ഇന്നർ ചൈൽഡിൻ്റെത് ചോദിച്ചിട്ടുണ്ട്. വൂം ഹീലിംഗ് തന്നെ ഒരിക്കൽ കൂടെ ചെയ്തു തരുമോ എന്ന് ചോദിച്ച ആൾക്കാരുണ്ട്. മണിയിലേക്ക് ചെയ്തു തരുമോ എന്ന് ചോദിച്ച ആളുകളുണ്ട്. ചക്രാസിൻ്റെ ചെയ്തു തരുമോ എന്ന് ചോദിച്ചവരുണ്ട്. അതുപോലെ മസ്കുലിൻ ഫെമിനിൻ എനർജി ബാലൻസിങ് ചെയ്ത്, ഇപ്പം നമുക്ക് ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് സമയത്തിന് ഒരുപാട് എന്താ പറയുക, എത്തുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ. വീട്ടിലെ കാര്യങ്ങളും കുട്ടികളെ നോക്കലും അതിനോടൊപ്പം നോർമലി ഉള്ള ഹീലിംഗ് ഉണ്ട്. ഓറ സ്കാനിങ് വരുന്നുണ്ട്. അതുപോലെ അറ്റോൺമെൻ്റ് ഉണ്ട്. ഇപ്പം രേഖയുടെ അറ്റോൺമെൻറ്റും കൂടെ വരുമ്പോൾ ഞാൻ ആദ്യത്തേനേക്കാളും കുറച്ചുകൂടി ബിസി ആവുകയാണ്. അപ്പം ഓരോ മാസവും തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഗ്രൂപ്പ് ഹീലിംഗ് ഞാൻ കണ്ടക്ട് ചെയ്തു തരും. ആർക്കും പരിഭവവും ദേഷ്യമൊന്നും തോന്നരുത്. പലരും അവരുടേതായ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുന്നുണ്ട്. ഞാനത് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും പരിഗണിക്കും. എന്തുകൊണ്ടാണ് കർമ്മ ക്ലിയറിങ് വെച്ചതെന്ന് വെച്ചാൽ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്, അപ്പം എന്നേന്നല്ല ഏത് ഹീലേഴ്സിനാണെങ്കിലും നമ്മൾക്ക് വരുന്ന കോൾസ് അതിലൊരു 99% നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയാനായിരിക്കും നിങ്ങൾ നമ്മളെ വിളിക്കുന്നുണ്ടാകുക. തീർച്ചയായിട്ടും നമ്മളത് കേൾക്കാൻ ബാധ്യസ്ഥരാണ്. കാരണം നമ്മുടെ ഒരു ജോലി എന്ന് ഞാൻ പറയില്ല, നമ്മുടെ ഒരു സേവനമാണത്. അതിൻ്റെ ഭാഗമാണ് നമ്മളിത് കേൾക്കുക എന്ന് പറയുന്നത്.
ഒരുപാട് കാര്യങ്ങൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പം നമ്മളടുത്ത് വരുന്ന കേസുകളിൽ നമുക്ക് മനസ്സിലാവും അത് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഈ ജന്മത്തിലോ അല്ലെങ്കിൽ മുജ്ജന്മങ്ങളിലോ ചെയ്തു പോയ കർമ്മയുടെ ഫലമാണെന്നുള്ളത്. പക്ഷേ ചില ആളുകൾക്ക് നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ നമ്മൾ പറഞ്ഞു കൊടുക്കും. പക്ഷേ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റും. പക്ഷേ ഉൾക്കൊള്ളാൻ പറ്റിയാൽ പോലും ഇവർക്ക് ഈ ചെയ്ത കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ചുറ്റിലുള്ള ആളുകൾക്ക്, അതായത് അവർക്ക് ഇപ്പം നിങ്ങൾ പോകുന്ന ജീവിത സാഹചര്യം നിങ്ങളെ എല്ലാ തരത്തിലും ബുദ്ധിമുട്ടിക്കുന്നതാവാം, സങ്കടപ്പെടുത്തുന്നതും കരയാൻ സാഹചര്യം ഉണ്ടാക്കുന്നതും ഒരു തരത്തിലും രക്ഷപ്പെടാൻ സാഹചര്യം തരാത്തതുമായ ആളുകളായിരിക്കും നിങ്ങളുടെ ചുറ്റിലും ഉള്ളത്. അത്തരത്തിലുള്ള സാഹചര്യത്തിലായിരിക്കും നിങ്ങൾ ഉണ്ടാവുക. അങ്ങനെ ബുദ്ധിമുട്ടുള്ള സമയത്തായിരിക്കും നമ്മളെപ്പോലുള്ള ഹീലേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾ വരുന്നത്. ആ സാഹചര്യത്തിനെ നിങ്ങൾ ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സിറ്റുവേഷനെ അക്സെപ്റ്റ് ചെയ്യുകയും അതിനോടൊപ്പം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ തന്ന ആളുകൾക്ക് ഫോർഗിവ്നെസ് കൊടുക്കാനും നിങ്ങൾ തയ്യാറാവണം. അത് പറയുന്നത് അത്ര ഈസി അല്ല, പറയുന്ന അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല അത്. അത് നമ്മൾ മനസ്സുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിനെ കൊണ്ട് നമ്മളത് ഫോർഗീവ് ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് പെട്ടെന്നൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. ഈ പറയുന്ന ഞാനടക്കം നമുക്കത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പം അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് വേറൊരാളുടെ ഹെൽപ്പ് കിട്ടുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അപ്പം നോർമലി ഉള്ള ഒരു കർമ്മ ക്ലിയറിങ് മെഡിറ്റേഷൻ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ കർമ്മ ക്ലിയറിങ് മെഡിറ്റേഷൻ അവൈലബിൾ ആണ്. ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കിട്ടും. പക്ഷെ ഞാനിവിടെ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് വെറുതെ ഒരു മെഡിറ്റേഷൻ വോയിസ് അയച്ചു തരാം എന്നുള്ളതല്ല. നമുക്ക് റേക്കി വെച്ചിട്ട് കർമ്മ ക്ലിയർ ചെയ്യാൻ പറ്റും. അതായത് പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എവിടെ വേണമെങ്കിലും നമുക്ക് റേക്കി യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലുള്ളതും ഈ ലൈഫിലും നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ എല്ലാ ബാഡ് കർമാസിനെയും റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വളരെ പവർഫുള്ളായ സിമ്പിൾസ് ഉണ്ട്. ഈ സിമ്പിൾസ് എല്ലാം ഉപയോഗിച്ച് ആ സിമ്പിൾസ് എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഹീലിംഗ് മെഡിറ്റേഷൻ വോയിസ് ഞാൻ അയച്ചു തരുന്നത്. അപ്പോൾ അവിടെ രേഖയുടെ ഒരു സഹായം കൂടെ വരുമ്പോൾ പാസ്റ്റ് ലൈഫിലുള്ള കാര്യങ്ങളാണെങ്കിലും ഈ ലൈഫിലുള്ള കാര്യങ്ങളാണെങ്കിലും വളരെ പെട്ടെന്ന് അത് നിങ്ങൾക്ക് റിസൾട്ട് തരാൻ സഹായിക്കും. നിങ്ങളുടെ ചുറ്റിലുമുള്ള സാഹചര്യങ്ങളിൽ പോസിറ്റീവായ ചേഞ്ചസ് കൊണ്ടുവരാൻ സഹായിക്കും. നിങ്ങളിലും പോസിറ്റീവായ ചേഞ്ചസ് കൊണ്ടുവരാൻ സഹായിക്കും. നോർമലിയുള്ള മെഡിറ്റേഷനിൽ നിന്നും നമ്മൾ റേക്കി ആഡ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അതുമാത്രമല്ല നമുക്ക് നെഗറ്റീവായിട്ടൊന്നും സംഭവിക്കുകയും ഇല്ല. വളരെ ഫാസ്റ്റ് റിസൾട്ട് കിട്ടും. ഇതിൽ എൻ്റെ ഒരുപാട് സ്റ്റുഡൻസ്, അതായത് എൻ്റെ അടുത്ത് നിന്ന് മണി റേക്കി പഠിച്ച ആളുകളായിക്കൊള്ളട്ടെ, ഈവൻ മെഡിറ്റേഷൻസ് അതായത് ഗ്രൂപ്പ് ഹീലിംഗ് മെഡിറ്റേഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ സ്ഥിരമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ആളുകളുണ്ട്. കാരണം ഓരോ മാസവും പല രീതിയിലുള്ള മെഡിറ്റേഷൻസാണ് കൊടുക്കുന്നത്. അവരുടെയൊക്കെ ഒരു അഭിപ്രായമാണ്, മാം ഇത് ചാനലിൽ ആഡ് ചെയ്തുകൂടെ, ഈ ഒരു മെഡിറ്റേഷൻ ഒരുപാട് പേർക്ക് ഉപയോഗപ്പെടും, അത് തീർച്ചയായിട്ടും അത് ചാനലിൽ ആഡ് ചെയ്തുകൂടെയും ചോദിക്കുന്ന ആളുകളുണ്ട്. ഞാൻ അവരുടെ അടുത്ത് പേഴ്സണലി പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ചാനലിൽ വെക്കാത്തതെന്ന് വെച്ചാൽ, നമ്മൾ നോർമലി ഒരു മെഡിറ്റേഷൻ്റെ വോയിസ് അയക്കുന്നത് പോലെ അല്ല. നമ്മൾ റേക്കി വെച്ചിട്ട് ചെയ്യുമ്പോൾ അവിടെ എനർജി എക്സ്ചേഞ്ച് നിർബന്ധമായി നമ്മൾ വാങ്ങിയിരിക്കണം. അത് റേക്കിയുടെ തന്നെ ഒരു റൂളാണ്. റേക്കി പഠിച്ച ആളുകൾക്കത് മനസ്സിലാവും. പ്രത്യേകിച്ച് ഇവിടെ ഞാൻ ചെയ്യുന്നത് നിങ്ങളുടെ കർമ്മയാണ് ക്ലിയർ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പൈസ വാങ്ങാണ്ട് ചെയ്യാൻ പറ്റില്ല. അത് കർമ്മ എന്നുള്ളത് മാത്രമല്ല, ഇപ്പോൾ വൂം ഹീലിംഗ് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ മണി റിലേറ്റഡ് ആണെങ്കിലും ചക്രാസ് ആണെങ്കിലും ഒക്കെ നിങ്ങളിലുള്ള നെഗറ്റിവിറ്റീസിനെ നമ്മൾ ക്ലിയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. റേക്കി എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് എനർജിയാണ്, ഒരു ഡിവൈൻ എനർജിയാണ്. ആ ഒരു ഡിവൈൻ എനർജി വെച്ച് നിങ്ങളിലേക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യത്തെ തരുമ്പോൾ നിങ്ങളിലുള്ള നെഗറ്റിവിറ്റീസ് നമ്മൾ ഹീലിംഗ് ചെയ്യുന്ന ആളുകൾക്ക്, ഹീലേഴ്സിന് അതൊരു നെഗറ്റീവായിട്ട് ബാധിക്കാതിരിക്കാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ എനർജി എക്സ്ചേഞ്ച് വാങ്ങിക്കൊണ്ട് ഇങ്ങനെ ഗ്രൂപ്പ് ഹീലിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. വളരെ കുഞ്ഞു പൈസയാണ് ഞാൻ വാങ്ങിക്കാറുള്ളത്. അത് അങ്ങനെ ഒരു റൂള് കിടക്കുന്നതുകൊണ്ട് മാത്രമാണ് അങ്ങനെ വാങ്ങിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാത്തത്. എല്ലാവരും എൻ്റെ അടുത്ത് ക്ഷമിക്കുക. പക്ഷേ നിങ്ങൾക്ക് ഈ ഓഡിയോ കേൾക്കുന്ന ഓരോരുത്തർക്കും അറിയാമായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് നിന്ന് ഗ്രൂപ്പ് ഹീലിംഗ് എടുത്ത ആളുകൾക്ക് അറിയാമായിരിക്കും ഞാൻ എത്രത്തോളം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എൻ്റെ ഭാഗത്തു നിന്ന് എത്രത്തോളം സഹായം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഏത് സംശയത്തിനും എത്ര രാത്രിയായാലും ഞാൻ മറുപടി തരാറുണ്ട്. അതുമാത്രമല്ല വളരെ ചെറിയ പൈസ വാങ്ങിയിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. അതുകൊണ്ടാണ്
ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുള്ളതുകൊണ്ടാണ് എനിക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത്. അതൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ കാര്യത്തിലേക്ക് ഒന്നുകൂടെ വരാം. നമ്മുടെ കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള ഹീലിംഗ് ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഇത് ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി നിങ്ങൾക്കും നിങ്ങളുടെ ചുറ്റിലുള്ള ആളുകൾക്ക് പല രീതിയിലുള്ള ചേഞ്ചസ് വരും. അതും കൂടെ ഞാൻ നേരത്തെ പറയുകയാണ്. എല്ലാ തലത്തിലും നിങ്ങൾക്ക് ഉയരാൻ നമ്മുടെ കർമ്മ നമ്മൾ ക്ലിയർ ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികൾക്ക് ഫോർഗിവ്നെസ് കൊടുക്കാത്തതിൻ്റെ പേരിലായിരിക്കും നിങ്ങൾക്കൊരു ബ്ലോക്ക് വരുന്നുണ്ടാവാം. അത് മേ ബി ഫിനാൻഷ്യൽ ആവാം, റിലേഷൻഷിപ്പ് ഇഷ്യൂ ആവാം, അല്ലെങ്കിൽ ഫിസിക്കൽ ആവാം. എന്ത് പ്രശ്നമാണെങ്കിലും അതിൻ്റെ പിന്നിലൊരു റൂട്ട് കോസ് ഉണ്ട്. ആ റൂട്ട് കോസ് എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്ത ഏതോ ഒരു ബാഡ് കർമ്മയുടെ ഫലമായിട്ടാണ് നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അത് ക്ലിയർ ചെയ്യാനാണ് നമ്മൾ ഈ ഒരു മെഡിറ്റേഷനിലൂടെ ശ്രമിക്കുന്നത്. സോ താല്പര്യമുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് മെയിൽ ചെയ്യുക. പുതിയ ആളുകളാണെങ്കിൽ മെയിൽ ചെയ്യുക. എൻ്റെ നമ്പറുള്ള ആളുകൾ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. ചെറിയൊരു പേയ്മെൻറ്റ് വാങ്ങിക്കുന്നുണ്ട്. 21 ദിവസത്തേക്കാണ് ഈ ഹീലിംഗ് മെഡിറ്റേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. 500 രൂപയാണ് ഞാൻ ഫീസ് വാങ്ങിക്കുന്നത്. അതായത് 21 ദിവസത്തേക്കും കൂടിയിട്ടാണ് 500 രൂപ വാങ്ങിക്കുന്നത്. ഏത് സ്ഥലത്തുള്ള, അതായത് ഏത് രാജ്യത്തുള്ള ആളുകളാണെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങളുടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള സമയത്ത് നിങ്ങൾക്കത് കേട്ടുകൊണ്ട് ഈ ഒരു ഹീലിംഗ് മെഡിറ്റേഷൻ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. സോ താല്പര്യമുള്ള ആളുകൾ എത്രയും വേഗം ജോയിൻ ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മെയിൽ ചെയ്ത് ചോദിക്കാം. അതുപോലെ തന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം. എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. താങ്ക് യു.